എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററാണ്, 9ാമത്തെ. അപ്പോൾ ഒരു ലൈൻ വരച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് വേറൊരു വര കൂടി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഈ അറ്റത്ത് നിന്ന് വേറൊരു ലൈൻ വരച്ചു, അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടുമല്ലോ, ഒരു കോണ് കിട്ടും. ഇപ്പോൾ ഈ വര നമ്മൾ നേരെ വരക്കുകയാണ്. നേരെ ശരിയാണ്ട് കുത്തനെ വരച്ചാൽ അതിന് പറയുന്ന പേരാണ് എന്ത്? റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടക്കോൺ എന്ന് പറയട്ടോ. ഇതാണ് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടക്കോൺ. ഇനി നമുക്കിത് ഇതെന്താണ്? 90 ഡിഗ്രിയേക്കാൾ കുറവ് അല്ലേ? അതായത് ഇതെന്താണ്? ഇത് 90 ഡിഗ്രി, ഇത് റൈറ്റ് ആംഗിൾ ആണ് അല്ലെങ്കിൽ മട്ടകോൺ എന്ന് പറയും. ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവ്. ഇനി 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി, ഇതിന് പറഞ്ഞ പേരാണ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയേക്കാൾ കുറവ്, ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ. ഇത് റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രിയാണ്, അഥവാ മട്ടകോണാണ് അല്ലേ? ഇത് നമ്മൾ ഈ ലൈൻ ഇതിൻ്റെ അറ്റത്ത് വരക്കുന്നതിന് പകരം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് നമുക്കിവിടെ രണ്ട് കോൺ കിട്ടിയില്ലേ? ഇതും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് ഇങ്ങനെ വരച്ചു, അത് ചെരിച്ച് വരച്ചു. അതാ നമുക്കിവിടെ 2 ആംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാ 2 ആംഗിൾ കിട്ടി. ഇതിപ്പോൾ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 180. ഒരു ലൈനിലേക്ക് വേറൊരു ലൈൻ കൂട്ടിമുട്ടി ഉണ്ടാവുന്ന ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ 60. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് 60 ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിലുള്ള മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് 120 ഡിഗ്രി. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈ ഒരു ഭാഗത്ത് ചെറിയ ആംഗിളും ഈ ഭാഗത്ത് വലിയ ആംഗിളും കിട്ടി. ഇത് നേരെ തിരിച്ച് വരക്കാം അല്ലേ? ഈ ഭാഗത്ത് വലുതും ഈ ഭാഗത്തേക്ക് ചെറുതുമാക്കിയിട്ട് വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു 40 ഡിഗ്രിയാണ് തന്നാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഈ ഒരു ലൈനിലേക്ക് വേറൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്തുണ്ടാവണ ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് 40, അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 140 ഡിഗ്രി. ഇതുപോലത്തെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇത് 90 ഡിഗ്രിയാണ് അല്ലേ? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇങ്ങനെ ഇട്ടാൽ 90 ഡിഗ്രി. ഇത് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 50 ഡിഗ്രി. നേരത്തെ ഒരു ലൈനാണ്, ഈ ലൈൻ ഒരു വരയിലേക്ക് ഒറ്റ ലൈനാണ് വന്നത്, ഒരു വരയാണ് വന്നത്. ഇപ്പോൾ 2 വര വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ലൈനിലേക്ക് എത്ര വരകൾ വന്നാലും നമുക്ക് അതിൻ്റെ സം എന്ന് പറയുന്നത്, ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക എങ്ങനെയായിരിക്കും? ഇത് 90 ആണ്, ഇത് 50 ആണ് അല്ലേ? 90 പ്ലസ് 50, 9 5 14, 140. ഇനി ഈ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 140. അപ്പോൾ 40 ഡിഗ്രിയാണ് കേട്ടോ. പേജ് 130 കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, മറ്റേ ആംഗിൾ കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ഒന്നാമത്തതിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? 180 മൈനസ് 45. ഇവിടെ 10, 5 പോയ വഴിക്ക് 5, ഇവിടെ 7 അല്ലേ? 7 4 പോയ വഴിക്ക് 3, 135. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി വരിക? 135
ഡിഗ്രി. ഇനി അടുത്തത് ഇവിടെ 100 ഡിഗ്രി. 100 ഡിഗ്രി ആണെങ്കിൽ 180 മൈനസ് എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി അല്ലേ. 180 മൈനസ് 100 അപ്പോൾ 80 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 80 ഡിഗ്രി വരും. ഇനി അടുത്തത് ഇവിടെ 80 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് അല്ലേ. 80 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 100 ഡിഗ്രി വരും അല്ലേ. രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി. ഇനി അടുത്തത് ഇവിടെ 30 ഡിഗ്രി. 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ കാണാൻ എന്താ? 180 മൈനസ് 30. അപ്പോൾ 150 വരും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. 180 മൈനസ് 30. 8ന് 3 പോയ ബാക്കി 5, ബാക്കി 150. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഒരാംഗിൾ തന്നാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാം, കോണ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. പേജ് നമ്പർ 131 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ചുവടെയുള്ള ചിത്രത്തിൽ ഇടതുവശത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? ഇടതുവശത്തുള്ള കോൺ ഇതാ, ഈ ഭാഗത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? നമുക്കറിയാം ഈ ഒരു വരയിലേക്ക് എത്ര വരകൾ വന്ന് ചേർന്നിട്ട് ആംഗിൾ ഉണ്ടാക്കിയാലും എല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇവിടെ 2 ലൈൻ വന്നു, അതുകൊണ്ട് തന്നെ 3 ആംഗിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഈ ആംഗിൾ കണ്ടുപിടിക്കുക? 50 കൂട്ടണം 25, 5, 7 അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 3 കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 75 വന്നു. ഇനി ഈ ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 75. ഇവിടെ 7 പോയാൽ 0, ബാക്കി 1, 105 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരിക? 105 ഡിഗ്രി. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അതായത് ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഒരു വരകൾക്കിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം Z² രണ്ടെണ്ണത്തിൽ ഇത് 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലേ. ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾ എത്രയാണ്? ഇത് 45 അല്ലേ. അപ്പോൾ ഇവിടെ 45. അപ്പോൾ നമ്മളിവിടെ എത്ര കൊടുക്കണം? 45 പ്ലസ് ഇത് എത്ര ഡിഗ്രിയാണ്? 60. ഇത് 60, ഇത് 90, ഇത് 90, ഇത് 30 ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ഭാഗം 45 ഡിഗ്രി, ഈ ഒരു ഭാഗം എത്ര? 60 ഡിഗ്രി. 5, 6, 4, 10, 105. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണം? അതായത് 180 105 കുറക്കുക അല്ലേ. 180 മൈനസ് 105, 5, 7, 75 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 75 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ എഴുതുക ഈ ഒരു ആംഗിൾ എത്രയാണ്? 75 ഡിഗ്രി കേട്ടോ. ഇവിടെ എഴുതാം 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ Z² അളവുകളൊക്കെ ഒന്നുകൂടെ പറയാം അറിയാത്തവർക്കായിട്ട്. ഇത് 45, ചെറുത് 45, 45, 90, ഇത് 60, ഇത് 30, ഇത് 90. അപ്പോൾ ഈ ഭാഗം വന്നത് ഇവിടെ 45, പിന്നെ എത്രയാണ്? 60 ആണ്. ആ 45ഉം 60ഉം കൂട്ടിയിട്ട് 180 കുറച്ച് നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. അപ്പോൾ 75 ഡിഗ്രിയാണ് ഇതിനിടക്ക് വരുന്ന ഈ ഒരു ഭാഗത്തെ ആംഗിൾ വരുന്നത് കേട്ടോ. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് ഈ ചിത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 കോണുണ്ട് അല്ലേ. അതിൽ ഇടതും വലതുമുള്ള കോണുകൾ ഒരേ അളവാണ്. അതായത് ഈ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുള്ള ഈ ഒരു ആംഗിളും എന്താണ്? തുല്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അളവ് കാണുക എന്നുള്ളതാണ് അല്ലേ. 180 എന്ത് കുറക്കുക? ഈ 30 കുറക്കുക അല്ലേ. 180 മൈനസ് 30 ചെയ്യാം. ഇനി ഈ 180, അതായത് ഇത് രണ്ടും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഉള്ളത് 180 അത് രണ്ട് ഭാഗത്തും കൊടുക്കുക. അപ്പോൾ അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. 180നെ 2 ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 150ൻ്റെ പകുതി 75 ഡിഗ്രി അല്ലേ. 75 ഡിഗ്രി ഇവിടെ വരും.
75 ഡിഗ്രി. ഇനി എല്ലാം കൂടി കൂട്ടിയാൽ 180. 75 പ്ലസ് 75 150. 150 പ്ലസ് 30 180. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. കോണുകളുടെ അളവ് എന്താണ് എന്നല്ലേ. രണ്ട് വരകൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന 2 ആംഗിൾസ് ആണ്. അത് ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. ഇത് നമ്മളിപ്പോൾ 10 എടുത്താൽ ഇത് എത്ര ആവണം? അതിൻ്റെ ഡബിൾ 2 ടൈംസ് എന്നല്ലേ. അപ്പോൾ എന്തായിരിക്കും? 20 വരണം അല്ലേ. 10 20 പ്ലസ് 30 നമുക്ക് എന്ത് കിട്ടില്ല? 180 കിട്ടില്ല. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എടുക്കാൻ പറ്റുന്ന നമ്പർ ഏതായിരിക്കും വരിക? 50 എടുത്ത് നോക്കാം അല്ലേ. 50ൻ്റെ ഇരട്ടി ഇവിടെ 100. 100 പ്ലസ് 50 എന്താ വരിക? 150. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണില്ല? 180 കിട്ടണില്ല അല്ലേ. നമുക്കിവിടെ 60 എടുത്താലോ? ഇവിടെ 60 ഡിഗ്രി എടുത്താൽ 60ൻ്റെ ഇരട്ടി എന്താ വരിക? 2 ടൈംസ്. അപ്പോൾ എത്രയാണ്? 120 അല്ലേ. 120 ഡിഗ്രി. 60 കൂട്ടണം 120 എത്ര തന്നെയാണ്? 180 അല്ലേ. 60 പ്ലസ് എന്താണ്? 120 180. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ 2 ആംഗിൾസ് ആയിട്ട് ഏതൊക്കെ വരും? 60 ഡിഗ്രി വരും, 120 ഡിഗ്രി കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.